മലപ്പുറത്തെ വട്ടപ്പാറ എന്ന് പറയുന്ന ഭാഗം എന്നും ഒരു ആശങ്കയുണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ സ്ഥിരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ആ അപകടങ്ങളൊക്കെ മാറുന്ന തരത്തിൽ അവിടെ റോഡ് നിർമ്മാണം വന്നു എന്നതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെയൊക്കെ ഈ വാർത്ത മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മലപ്പുറം ദേശീയപാതയിൽ വട്ടപ്പാറ ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന ഭിത്തികൾ അടർന്നു വീഴുന്നതോടെ ആശങ്കയിലായ നാട്ടുകാരുടെ വാർത്തയാണ് വരുന്നത്. മഴ കനത്തതോടെ ഇരുഭാഗങ്ങളിലുമായി കോൺക്രീറ്റ് അടർന്നു വീഴുകയാണ്. കനത്ത മഴ തുടരുമ്പോൾ റോഡിൽ വാഹനങ്ങൾ തെന്നിവീണും തമ്മിലിടിച്ചും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതിനിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്നയിടങ്ങളിൽ കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വട്ടപ്പാറയിൽ മുകൾ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നിടത്തെ കോൺക്രീറ്റ് ഭിത്തികളാണ് അടർന്നു വീഴുന്നത്. മഴയ്ക്ക് ശമനമില്ലാത്തത് ഭീതി വർദ്ധിപ്പിക്കുന്നു. മണ്ണും കോൺക്രീറ്റുമായാണ് റോഡിലേക്ക് പതിക്കുന്നത്. ഇതോടെ പാതയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാകുന്നു. അപകടമുണ്ടായാൽ വഴിമാറി യാത്ര ചെയ്യാൻ അപ്രോച്ച് റോഡും ഇല്ലാത്ത ഇടമാണ്. ദേശീയപാത അപകടമുണ്ടായ കൂരിയാടിന് സമാനമായി ഇവിടെയും അപ്രോച്ച് റോഡില്ല. ഇതിനാൽ വാഹനങ്ങൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നു. പാതയിലൂടെ ജാഗ്രത പാലിച്ച് വേണം യാത്ര ചെയ്യാൻ. സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. തിരൂർ. മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഗതാഗത നിരോധനം. മേൽപ്പാലത്തിൽ അടുത്ത മാസം 5-ാം തീയതി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പണി നടക്കുന്നതിനാലാണ് നിരോധനം. ജൂലൈ 6 മുതൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. ദേശീയപാത 966 അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജ് അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പതിക്കുന്ന ജോലി ആരംഭിക്കുന്നതിനാൽ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ജൂലൈ 6 മുതൽ ജൂലൈ 11 വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനമുണ്ടായിരിക്കും. കോഴിക്കോട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പ്രം, മഞ്ചേരി, പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടും പാലം, വലമ്പൂർ, പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം പാലം, ഏറാന്തോട്, തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം. പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചും പോകണമെന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് പട്ടാമ്പി മുതുമലയിൽ വർഷങ്ങളായി തകർച്ച നേരിട്ടിരുന്ന ഗ്രാമീണ പാത മഴ പെയ്തതോടെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. കുഴികളിൽ വീണ് വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നതും ഇപ്പോൾ നിത്യസംഭവമാണ്. മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് മുതൽ പെരുമടിയൂർ തറ വരെയുള്ള റോഡിൽ കാൽനട യാത്ര പോലും ഇപ്പോൾ ദുസ്സഹമാണ്. വലിയ ഗർത്തങ്ങളും കയറ്റവും വളവും കുണ്ടും കുഴിയും വെള്ളക്കെട്ടും എല്ലാം കൂടി വാഹനയാത്ര ദുരിതമാണ് ഈ റോഡിലൂടെ. വാഹനാപകടങ്ങൾ നിത്യസംഭവം. പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെയുള്ള ഗ്രാമീണ പാതയുടെ അവസ്ഥയാണിത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ മഴ കൂടി പെയ്തതോടെ തകർച്ച ഇരട്ടിയായി. യാത്ര ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുമ്പോഴേക്ക് നടുവടിഞ്ഞുള്ള പോക്ക് തന്നെ. ഇവിടുന്ന് ഇപ്പോൾ ഒരു 3.5 കിലോമീറ്റർ വരെ നല്ല ദയനീയമായ ബുദ്ധിമുട്ട് തന്നെ. മഴ പെയ്ത പറയുമ്പോൾ തോണിട്ട് ഓടേണ്ട ഗതിയപ്പോൾ ബൈക്കിന് ഓടാൻ പറ്റില്ല, ബൈക്ക് ഓടച്ചും പറ്റൂല. അയ്യോ, കാലങ്ങൾ മാസങ്ങൾ പറയാം, കൊല്ലങ്ങൾ പറയണത്. കയറ്റവും വളവും ചേർന്ന ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് ഗുഡ്സ് വാഹനം മറിഞ്ഞു. ഇരുചക്ര വാഹനങ്ങളും സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നു. റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ, ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. മഴ പെയ്തപ്പോൾ ഉള്ള ദുരിതം ഇരട്ടിയായി. വെള്ളക്കെട്ട് ഇപ്പോൾ ഒരു ബൈക്ക് കുറച്ച് മുമ്പാണ് ഇപ്പോൾ ഈ ഭാഗത്ത് തെന്നി മറിഞ്ഞത്. ഇപ്പോൾ റോഡിലെ വലിയ കുഴികളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാരണം കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. റോഡ് തകർച്ച കാരണം കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ ഓട്ടോറിക്ഷകളും ഓടാൻ മടിക്കുന്നു. പുതിയ ഗേറ്റിൽ നിന്ന് തറ റോഡിന് വളരെ മോശമാണ്. കാലങ്ങളായിട്ട് കിടക്കുന്ന റോഡാണ്. ഒരു സ്ഥിതി നമുക്ക് വാഹനങ്ങൾക്ക് അധികം പോകാൻ പറ്റാത്ത സ്ഥിതി. ഡ്രൈവർമാരുടെ ശരീരവേദനയും മേലുവേദനയും വേറെ, അതിന് പുറമെ വാഹനങ്ങളിലെ കേടുപാടുകൾ വേറെ. ഒരു വാടക പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ ഇരട്ടിയാണ് വർഷാപ്പിലെ ചിലവ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അധികൃതർക്ക് ഇന്ന് തുറക്കണം. പ്രദേശത്തെ സർക്കാർ, സ്വകാര്യ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പ്രാഥമിക ഹോമിയോ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് സ്വകാര്യ ബസ്സിൽ ദിവസവും യാത്ര ചെയ്യുന്നത്. റോഡ് കൂടുതൽ തകർന്ന് ഇനിയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുതുമല.
കുറച്ച് ദിവസം കാര്യമായൊന്ന് മഴ പെയ്തതോടെ കേരളത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. ഇനി നമ്മൾ പോകുന്നത് കോതമംഗലത്തേക്കാണ്. കോതമംഗലം കവളങ്ങാട് കവലയിൽ ദേശീയപാതയിൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാവുന്നു എന്നാണ് പരാതി. അശാസ്ത്രീയമായ ഓട നിർമ്മാണം കാരണമാണ് മഴയില്ലാത്തപ്പോൾ പോലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കവളങ്ങാട് കവലയിലാണ് മഴയില്ലാത്തപ്പോഴും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അതിനാൽ ഇതുവഴിയുള്ള യാത്ര ദുരിതമാണ്. ഈ വഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴിയാത്രക്കാരുടെയും ഇരുചക്രവാഹന യാത്രക്കാരുടെയും ദേഹത്ത് വെള്ളം തെറിക്കുന്നു. ആശുപത്രിയിലും പള്ളിയിലും സ്കൂളിലുമൊക്കെ പോകുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലമാണ് സ്ഥിരമായി ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്ന് ആരോപണമുണ്ട്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് തികച്ചും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. എത്രയും പെട്ടെന്ന് ഈ ഓട പുനർനിർമ്മിക്കാൻ അതിന് വീതി കൂട്ടാനുള്ള സംവിധാനങ്ങളും അവിടെ കലുങ്ക് വീതി കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് വന്നു പോയിരിക്കുന്നത്. കാരണം ഒരു വാഹനം കടന്നുമ്പോൾ വെള്ളം തെറിച്ച് മറ്റു വാഹനത്തിൻ്റെ കണ്ണാടിയിൽ പതിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഇപ്പോൾ ശ്രദ്ധയപ്പെടുത്താനുള്ളത്. പലതവണ അധികൃതരെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മഴ ഇനിയും കനത്താൽ ഇതുവഴി യാത്ര അസാധ്യമാകും. വേഗത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് പട്ടാമ്പിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി സംരക്ഷണ ഭിത്തി പൊളിച്ചതോടെ തോട് ഗതിമാറി ഒഴുകിയതായി ആരോപണം. വെള്ളം പാടത്തേക്ക് എത്തിയതോടെ കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ഇപ്പോൾ ദുരിതത്തിലാണ്. പട്ടാമ്പി ശങ്കരമംഗലം 2-ാം മൈൽസിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി തോടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചെന്നാണ് പരാതി. കനത്ത മഴയിൽ തോട് ഗതിമാറി ഒഴുകുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വ്യക്തി അനുമതിയില്ലാതെ ഈ ഭിത്തി പൊളിച്ചത്. തോട് ഗതിമാറി ഒഴുകി വെള്ളം കൃഷിയിടത്തിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കർഷകർ ദുരിതത്തിലാണ്. സമീപത്തെ കുന്നിൻ മുകളിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഗതിമാറി ഒഴുകി പാടത്തേക്കും പിന്നീട് സമീപത്തെ പൊതുകുളമായ മേലേക്കുളത്തിലേക്കും എത്തുന്നു. അടുത്തിടെ ലക്ഷങ്ങൾ ചിലവാക്കി കുളത്തിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തികൾ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പലതവണ വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. ആ സ്വകാര്യ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് പൊളിച്ചു കളയുകയും 6 മാസത്തോളമായി അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഇതിൻ്റെ അധികാരികളെ ഇത് അറിയിക്കുകയും ഇതുവരെ അതിനൊരു നടപടിയെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പേമാരി പെയ്ത സമയത്ത് ഈ വെള്ളം മുഴുവൻ അതിലൂടെ വന്ന് വള്ളൂർ പാടത്ത് കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയും തൊട്ടടുത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച മേലെ കുളത്തിലേക്ക് ഇത് വന്ന് വരികയും അതിൻ്റെ ഭിത്തികൾ തകരാനൊക്കെ ഇത് ഇടയാക്കി. അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ആ കുളം നിറഞ്ഞ് ഒഴുകുകയാണ്. അനുമതിയില്ലാതെ തോടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചതിന് നടപടി വേണമെന്നും തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. നമ്മളൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഓൺലൈൻ വഴി ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. അതിൽ ഒരു വാർത്താ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിലപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പെറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് മിക്കവാറും വീടുകളിലൊക്കെ ഒരു പെറ്റ് ഉണ്ടാവുന്നതൊക്കെ സാധാരണമാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ പെറ്റിന് എന്ത് ചെയ്യും? ഇനി മുതൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പ്രിയപ്പെട്ട നായകൾക്കും അങ്ങനെ പാകം ചെയ്ത ഭക്ഷണം ഓൺലൈൻ വഴി ലഭിക്കാനുള്ള ഒരു സൗകര്യം ഒരുങ്ങുകയാണ്. കോട്ടയത്തെ 3 ചെറുപ്പക്കാരാണ് ഈ നൂതന സംരംഭത്തിന് പിന്നിൽ. ഓൺലൈൻ വഴി എത്തുന്ന ഹോട്ടൽ ഭക്ഷണം മനുഷ്യരുടെ ശീലമായത് പുതിയ കാലത്തിന്റെ കാഴ്ച. മനുഷ്യർക്ക് മാത്രമല്ല, ഇനി വളർത്തുമൃഗങ്ങൾക്കും ഓൺലൈൻ വഴി ഭക്ഷണം കഴിക്കാം. കോട്ടയത്തെ യുവ സംരംഭകരാണ് പദ്ധതിക്ക് പിന്നിൽ. നഗരത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ 3 മാസമായി വിജയകരമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അതാ ദിവസം ഡോഗ്സിന് വേണ്ടിയുള്ള ഫ്രഷ് ഫുഡ് 100% ഹോം ഡെലിവറി ഫ്രീ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഡെലിവറി നമ്മൾ കറൻ്റ്ലി കഞ്ഞിക്കുഴി ടൗണിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. മാനുഫാക്ചറിംഗ് ഹബ്ബ് വരുന്നത് കഞ്ഞിക്കുഴിയിലാണ്. അവിടുന്ന് 15 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ 100% ഹോം ഡെലിവറി ഫ്രീ ആക്കിയാണ് ചെയ്യുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോ തരം നായകൾക്കും പ്രത്യേകമാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതിനായി പ്രത്യേക മെനു തന്നെയുണ്ട്. വിവിധ കോംബോ പാക്കുകളിലാണ് ഭക്ഷണ വിതരണം. നമ്മൾ ആക്ച്വലി 3 ടൈപ്പായിട്ടാണ് ഡോഗിനെ തരംതിരിച്ചിരിക്കുന്നത്. സ്മോൾ ബ്രീഡ്സ് ഉണ്ട്, ഒപ്പം ലാർജ് ബ്രീഡ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഹെവി ഡോഗ്സ് ആയിട്ടുള്ള ഇപ്പോൾ സെൻറ്റ് ബെർണാർഡ് പോലുള്ള ഡോഗ്സിനും നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 സുഹൃത്തുക്കളുടെയും പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് ഗ്യാസ് ഡോഗ് ഫുഡ് എന്ന പേരിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത്. കോട്ടയത്ത് വിജയിച്ചതിലൂടെ കൊച്ചിയിലും ബാംഗ്ലൂരിലും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് കോട്ടയം. അതുകൊണ്ടാണ് നമ്മൾ കോട്ടയം സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 6 months നമ്മൾ കൊച്ചിയിലേക്കും ബാംഗ്ലൂരേക്കും നമ്മളുടെ ബ്രാഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ വാട്സാപ്പ് വഴിയാണ് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ പിച്ച് ചെയ്യുന്നത്. അതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു സോഫ്റ്റ്വെയറിൽ ആപ്പിലേക്ക് ഉള്ള കാര്യങ്ങളും വിത്തിൻ ഒരു 2 months ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യും. സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് എടുത്താണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. മനുഷ്യർക്ക് മാത്രമല്ല നായകൾക്കും ഹെൽത്തി ഫുഡ് എന്ന ആശയം നടപ്പാക്കുകയാണ് ഈ ചെറുപ്പക്കാർ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ട് 4 വർഷമാകുമ്പോഴും നീതിക്കായുള്ള പോരാട്ടത്തിലാണ് മാതാപിതാക്കൾ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടതിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. എന്നാൽ 1 വർഷമായിട്ടും പ്രോസിക്യൂട്ടറെ പോലും സർക്കാർ നിയമിച്ചിട്ടില്ല എന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു. ചൂരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 2021 6 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1.5 വർഷത്തിന് മേളിലായി. എന്നിട്ടും നമ്മുടെ കേസിൽ ഒരു വായ്ദ പോലും ഇതുവരെ കോടതിക്ക് വന്നിട്ടില്ല. അപ്പീൽ കൊടുത്ത പോലെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു. അതിനുവേണ്ടി നമ്മൾ രേഖാമൂലം കൊടുത്തു, സംസാരിക്കുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ തന്നെ പോലീസുകാർ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ 3 പേരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവരുടെ ബയോഡാറ്റൊക്കെ വെച്ച് നമ്മൾ 3 പേരുടെ പേരും കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇതുവരെ അതിനകത്തും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇത്രയും കാലങ്ങളായിട്ട് അവൻ ഇപ്പോൾ ഒരു കൊലയാളി നമ്മുടെ കുഞ്ഞിനെ കൊന്ന് വെട്ടിത്തൂക്കി അവനെ ഒരുത്തൻ ഫ്രീ ആയിട്ട് നടക്കുന്നു. ഇത്രയും പെട്ടെന്ന് കേസ് കോടതിക്ക് വരണം, നമുക്ക് നീതി കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇടുക്കി കുഴിത്തൊളുവിൽ ഏലക്ക മോഷ്ടിച്ച് ജീവനക്കാർ പിടിയിൽ. ഏലക്ക വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരായ തമിഴ്നാട് തേനി സ്വദേശികൾ മുത്തു, അളകരാജു എന്നിവരാണ് അറസ്റ്റിലായത്. ജോലിക്ക് എത്തുമ്പോൾ കൊണ്ടുവന്നിരുന്ന ബാഗിൽ ഇവർ ഏലക്ക മോഷ്ടിച്ച് കടത്തുകയായിരുന്നു. വിവിധ ദിവസങ്ങളിലായി 75,000-ലധികം രൂപയുടെ ഏലക്കയാണ് ഇവർ മോഷ്ടിച്ചത്. 30 കിലോ ഏലക്ക വരും. ഇത് പ്രതികളെ റിമാൻഡ് ചെയ്തു. സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറി പാലക്കാട് പരുതൂർ ഗ്രാമം. അൻപോടെ തൃത്താല പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് ആരോഗ്യമേഖലയിലെ മുഴുവൻ സേവനവും ഒരു കുടക്കീഴിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. സ്കാനിങ്ങും എക്സ്റേയും ക്യാൻസർ ടെസ്റ്റും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി പ്രശസ്ത ഹോസ്പിറ്റലുകളുടെ മൊബൈൽ യൂണിറ്റുകൾ, ഡെന്റൽ ഐ ക്ലിനിക്കുകൾ, ലാബുകൾ, ആംബുലൻസുകൾ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് ഗ്രാമം മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അൻപോടെ തൃത്താലയുടെ ഭാഗമായുള്ള 2ാം ഘട്ട മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് നടന്നത്. പരുതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അൻപോടെ തൃത്താല പരുതൂർ ചാപ്റ്റർ എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ 7000-ഓളം പേർ പരിശോധനയ്ക്കെത്തി. കൂറ്റനാകെ വന്ന അത്രയും ആളുകൾ പരുതൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ക്യാമ്പ് ഇവിടെ അനിവാര്യമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുതൽ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ, ഡോക്ടർ ജോ ജോസഫിനെ പോലെ, ഡോക്ടർ സുനിൽ പിഷാരടിയൊക്കെ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ, 200-ലധികം ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ ലഭിക്കും. കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ഇവിടെ ലഭിക്കും. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ വിപുലമായൊരു സേന തന്നെ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു, ഈ കൊടിക്കുന്ന് പരിസരം ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുകയാണ് എന്ന്.
ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി വിഭാഗങ്ങളിലായി 125 ഡോക്ടർമാരുടെയും 200 സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി. ന്യൂസ് 18 തൃത്താല. പാലക്കാട് പട്ടാമ്പിയിൽ റോഡിലെ കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫോട്ടോ പതിച്ച വാഴ വെച്ച് KSU പ്രതിഷേധം. പട്ടാമ്പിയിൽ കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. പട്ടാമ്പി നഗരത്തിലൂടെയുള്ള റോഡ് കാലവർഷം കനത്തതോടെ തകർന്നടിഞ്ഞ സ്ഥിതിയായി. സ്കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതെയായി. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ്. ഈ സാഹചര്യത്തിലാണ് KSU പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ എന്നിവരുടെ ഫോട്ടോ പതിച്ച വാഴകളാണ് നട്ടത്. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പിന്നീട് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കി. ഏറ്റവും കഷ്ടപ്പെട്ട് 3 വർഷക്കാലം പഠിച്ച് പ്രയാസപ്പെട്ട് ഡിഗ്രി പൂർത്തീകരിച്ച് ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഈ റോട്ടിൽ ബ്ലോക്കായി കിടന്ന് പരീക്ഷ എഴുതാൻ പറ്റാതെ 3 വർഷം തന്റെ കോഴ്സ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ കുട്ടിയുടെ കരച്ചിൽ ഞാൻ നിങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ ദിനേന എന്നോണം നിരവധി ആളുകൾക്കാണ് ഈ റോഡ് തകർന്നത് കൊണ്ട് പ്രയാസമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവര്, റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗതക്കുരുക്കാണ് പട്ടാമ്പി ടൗണിൽ ഉണ്ടാകുന്നത്. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിനെത്താൻ കഴിയാതെ വലയുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് തൃത്താല VK കടവിൽ വാഹനാപകടം. ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ തെറിച്ചു വീണു. ഇരുവർക്കും കാര്യമായ പരിക്കില്ല. പാലക്കാട് പുതുശ്ശേരി ചെല്ലങ്കാവിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ആനകളെ 1-ാം റെയിൽവേ ട്രാക്കും കടത്തി കാര്യംപാറയിലേക്ക് തുരത്തിയെങ്കിലും കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ മേഖലയോട് ചേർന്ന് വനപ്രദേശത്ത് തിരിച്ചെത്തുകയായിരുന്നു. പ്രദേശത്ത് രാത്രി നിരീക്ഷണവും ഏർപ്പെടുത്തുമെന്ന് വനവകുപ്പ് പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ വലിയ ഒരു മഴപ്പേടിയിലായിരുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയുടെ തീവ്രത കുറഞ്ഞേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വ്യാഴാഴ്ച മുതൽ ചെറിയൊരു ബ്രേക്ക് മാത്രമേ ഉള്ളൂ. വ്യാഴാഴ്ച മുതൽ വീണ്ടും മഴ ശക്തമാകാനും സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രാദേശിക വിശേഷങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. നല്ല വാക്ക് കാണാം.